ഗായ്സ്, നിങ്ങൾക്കൊരു കോമ്പാക്ട് എസ് യു വി വേണം, എന്നാൽ പുതിയ എടുക്കാനൊരു ഫണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടിയാണ് ടൊയോട്ട അർബൻ ക്രൂസർ. നിങ്ങൾക്ക് അറൗണ്ട് ഒരു 9 lakhs ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് 2022 മോഡൽ മിഡ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. സോ വെൽക്കം ബാക്ക് ടു കരേര നേഷൻ. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഡ്യുവൽ പ്രൊജക്ടേഴ്സ് ആണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആണ്, പക്ഷേ അതിൽ തന്നെ ഡ്യുവൽ പ്രൊജക്ടേഴ്സ് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ DRL തന്നെയാണ് പിന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് വണ്ടിയുടെ ഗ്രില്ല് വരുന്നത്. ഇതിൻ്റെ അകത്ത് ടൊയോട്ടയുടെ ലോഗോ വരുന്നുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഇതിൻ്റെ ഒരു ക്രോം എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഒരു ക്രോം ഇവിടെ വന്നിട്ടുണ്ട്. സ്കിപ്പ് പ്ലേറ്റ് ഒക്കെ പ്ലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഇത് ബേസ് വേരിയൻ്റ് തന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല, പക്ഷേ ഫോഗ് ലാമ്പിൻ്റെ സർക്കിളിൽ തന്നെ നമുക്ക് ക്രോം എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. 198 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ടയർ വരുന്നത്. അലൈ വന്നിട്ടില്ല, സ്റ്റീൽ റിമാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. 205/60 R16 ആണ് വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡ് ORVM DRL വരുന്നുണ്ട്. സെൻസർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും നിങ്ങൾ വരുന്നുണ്ട്. ബോഡി കളേർഡാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. ഇതാണ് വണ്ടിയുടെ റിയൽ പ്രൊഫൈൽ വരുന്നത്. ഇതാണ് വണ്ടിയുടെ ടെയിൽ ലാമ്പ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് മാത്രം LED ആണ്, ബാക്കി രണ്ടും ഹാലജൻ ബൾബ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ. അതേപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ്. ഇവിടെ ആയിട്ട് ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അർബൻ ക്രൂസർ എന്ന് എഴുതിയിട്ടുണ്ട്. റിയർ വൈപ്പർ വരുന്നില്ല, ബിക്കോസ് ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ ഡീഫോഗർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഒരു ചെറിയൊരു സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ 4 സെൻസേഴ്സ് ആണ് വരുന്നത്. 1, 2, 3, 4. വണ്ടിയുടെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ റിയർ ബമ്പർ ഒരു പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കുന്ന സമയത്ത് 320 liters ആണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. വണ്ടിയിൽ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. 205, ഇതിൻ്റെ സൈസ് മാറിയിട്ടില്ല. 205/60 R16 തന്നെയാണ് വരുന്നത്. സ്പെയർ വീലിൻ്റെ സൈസ് ഡൗൺ സൈസ് ചെയ്തിട്ടില്ല, ബേസ് വേരിയൻറ്റിലാണെങ്കിൽ പോലും. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇതാണ് വണ്ടിയുടെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ പാസഞ്ചറിന് മാത്രം ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അതേപോലെ റിയർ ആംറസ്റ്റ് ഇല്ല. റിയർ AC വെൻസും വരുന്നില്ല. ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കംഫർട്ടബിൾ ആണ്. അണ്ടർ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നീറ്റാണ്. അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കും ഇരുന്നാൽ വലിയ ക്ഷീണമൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഹൈറ്റാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലോട്ട് നമുക്ക് വണ്ടിയുടെ ക്യാബിൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇൻറ്റീരിയറിലോട്ട് പോവാം. കീലെസ് എൻട്രി ആണ് വരുന്നത്. ഇതാണ് വണ്ടി ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത്. 4 പവർ വിൻഡോ ബട്ടൺസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലോക്ക് ബട്ടൺ അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ പാസഞ്ചറിൻ്റെ വിൻഡോ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ ORVM അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇവിടെ നോക്കി നമുക്ക് ORVM ലോക്ക് ആക്കാനും ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് സപ്പോർട്ടും വരുന്നുണ്ട് വണ്ടിക്ക്. അതേപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ സീറ്റ് വണ്ടിയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടി അകത്തോട്ട് കയറി ഇരുന്നുള്ള ബാക്കി വിശേഷങ്ങൾ നോക്കാം. സോ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വളരെ നീറ്റായിട്ടാണ് ഇത്. സോ ഗൈസ്, ഇതാണ് വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഇത് ബേസ് വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓഡിയോ FM AM അതേപോലെ തന്നെ ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതേപോലെ തന്നെ വണ്ടിക്ക് നമുക്ക് ഓട്ടോ AC വെൻസ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഗിയർ ബോക്സ് വരുന്നത്. 4-speed ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. 80 ആണ് വരുന്നത്. അതേപോലെ തന്നെ വണ്ടിക്ക് ആംറസ്റ്റ് വരുന്നില്ല, സെൻട്രൽ ആംറസ്റ്റ് വരുന്നില്ല. അത് ഈ വേരിയൻറ്റിൻ്റെ വളരെ ഒരു നെഗറ്റീവാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം നൈസാണ്. ഇതാണ് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇവിടെയാണ് RPM മീറ്റർ, ഇവിടെയാണ് സ്പീഡോ മീറ്റർ. അതിൻ്റെ സെൻട്രലായിട്ടൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതേപോലെ തന്നെ L2 എല്ലാ ഓപ്ഷൻസും വരുന്നത്. അതേപോലെ ഇവിടെ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പീഡോ മീറ്റർ, 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. അത് കണക്ട് ചെയ്യാൻ, അത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് ഈ 2 നീഡിൽസ് വെച്ചിട്ടാണ്. ട്രിപ്പ് A, ട്രിപ്പ് B. അതേപോലെ തന്നെ വണ്ടിയുടെ ഓഡോമീറ്റർ. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വണ്ടിയുടെ ആവറേജ്, അതേപോലെ തന്നെ റേഞ്ച്, ഡിസ്റ്റൻസ് ടു MT എല്ലാം വരുന്നത്. ഇപ്പോൾ വണ്ടിക്ക് കാണിച്ചിരിക്കുന്ന ആവറേജ് മൈലേജ് 9.1. നമ്മൾ അത്രയ്ക്ക് രീതിയിൽ ഓട്ടിച്ചിട്ടാണ് വണ്ടിക്ക് ആ മൈലേജ് കാണിച്ചിരിക്കുന്നത്. വണ്ടിയുടെ ഇവിടെ ആയിട്ട് നമുക്ക് IRVM വരുന്നുണ്ട്. പക്ഷേ അത് ഓട്ടോ അല്ല, അത് മാനുവലി അഡ്ജസ്റ്റബിൾ ആയ IRVM ആണ് വരുന്നത് വണ്ടിക്ക്. അതേപോലെ തന്നെ വണ്ടിക്ക് ഡ്യുവൽ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്, ആണ്ട് ഇവിടെയും വരുന്നുണ്ട്. രണ്ടിനും കൂളിംഗ് ഫെസിലിറ്റി ഒന്നും വരുന്നില്ല, നോർമൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂളിംഗ് ഫെസിലിറ്റി വരുന്നുണ്ട്. പക്ഷേ ഇത് നോർമൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടിനും പക്ഷേ ഡ്യുവൽ ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ലഗേജ് ക്യാരിങ് കപ്പാസിറ്റിക്ക് നല്ലതാണ്. നമ്മുടെ വിൻഷീൽഡ് വൈപ്പേഴ്സ് അത്യാവശ്യം ക്ലീൻ ആക്കുന്നുണ്ട്. വിൻഡോ ഒക്കെ ഇവിടെ ആയിട്ട് നമുക്ക് 2 ട്വിറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും അവിടെ ആയിട്ട് നമുക്ക് 2 ട്വിറ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം നൈസാണ്. ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട് ഈ മോഡലിൽ.
ഇത്രയാണ് നമുക്ക് ടൊയോട്ട അർബൻ ക്രൂസറിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഹുഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, വണ്ടിയുടെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണ്, പക്ഷേ അന്നായിരുന്നാൽ പോലും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇവിടെ ഇൻസുലേഷനും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ട അർബൻ ക്രൂസറിൻ്റെയാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് ഉടനെ വരുന്നതാണ്. സോ ഡു സപ്പോർട്ട് ഗൈസ്. ഇതേപോലെ ഇതിലും വളരെ മനോഹരമായിട്ട് അടുത്ത കുറേ റിവ്യൂസ് നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.